ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നാൽ നരേന്ദ്രമോദി നയിക്കുന്ന BJPക്ക് എത്ര സീറ്റ് കിട്ടും? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമല്ല. കാരണം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഏതാണ്ട് 10 മാസമാവുകയാണ്. ജൂൺ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം പൂർത്തിയാവും. അപ്പോൾ അതിനുശേഷം രാജ്യത്തെമ്പാടും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയ സെറ്റ് ബാക്ക്, അതായത് ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്നുള്ളത്. BJP സഖ്യകക്ഷിയാണ്, ഘടകകക്ഷികളുടെ പിന്തുണയോടെ ഭരിക്കുന്നു. എന്നാൽ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ഇല്ല എന്നുള്ള ചിത്രം മറികടക്കാൻ അതിവേഗത്തിൽ BJP കഴിഞ്ഞു. 2 സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ഹരിയാനയും ഭരണം നിലനിർത്തി. UPയിലടക്കം വലിയ വിജയം തിരിച്ചുപിടിച്ചു. അങ്ങനെ അനുകൂലമായി രാജ്യത്തെമ്പാടും BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒരു സംശയവും വേണ്ട, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്കെന്ന് തോന്നുന്നു. കാരണം പല സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്ന ബൈ ഇലക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഗുജറാത്ത് മുനിസിപ്പൽ ലോക്കൽ ബോഡി ഇലക്ഷൻ തൂത്തുവാരി, ഛത്തീസ്ഗഡ് തൂത്തുവാരി കൊണ്ടുപോയി. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ വലിയൊരു ഡെവലപ്മെൻറ്റ് കണ്ടത് നന്ദിഗ്രാമിലാണ്. ബംഗാളിൽ കാർഷിക കോർപ്പറേഷനിലേക്കുള്ള ഇലക്ഷൻ നടന്നു. അവിടെ 12 സീറ്റിലേക്കാണ് മത്സരിച്ചത്. 12 സീറ്റിൽ BJPക്ക് കിട്ടിയിരിക്കുന്നത് 12 സീറ്റാണ്. 12 ഔട്ട് ഓഫ് 12 ആണ് കിട്ടിയിരിക്കുന്നത് നന്ദിഗ്രാമിൽ. അത് അപ്പോൾ ഇന്ത്യ മുന്നണിയും അതേപോലെ TMC ഇന്ത്യ മുന്നണി പിന്നെ പോട്ടെ അത്രയൊക്കെ ഉള്ളൂ എന്ന് വിചാരിക്കാം. CPM അത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പക്ഷേ TMCയുടെ കേസ് അതല്ലല്ലോ. TMC 2021 നടന്ന ഇലക്ഷനിൽ മമതാ ബാനർജി 58,832 വോട്ട്സിനാണ് ഭവാനിപ്പൂർ ഇലക്ഷൻ ജയിച്ചത്. ആ രീതിയിൽ അവരുടെ മാത്രം പോക്കറ്റിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് ബംഗാളിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ മമത വല്ലാതെ പേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മമത പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു, ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി, വോട്ടർ പട്ടികയിലൊക്കെ പുതിയ ഒരുപാട് ആളുകളെ ചേർക്കുന്നു, നിലവിലുള്ള ഒരുപാട് പേരുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുകയാണ്, പുതിയ വോട്ടർമാർ വരുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെ ഇവിടെ വോട്ടർമാരാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പേ മമത നിലവിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ സാധാരണ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്ന ആ ഒരു ടെക്നിക്കിലേക്ക് മാറുമായിരിക്കും ഇലക്ഷൻ കഴിയുമ്പോൾ. മമത ഇതുവരെ EVM കുറ്റം പറയാത്ത, പക്ഷേ ബംഗാളിലെ ഇലക്ഷനെ കുറിച്ചെങ്കിലും കുറ്റം പറയാത്ത നേതാവ്. അതെ, കാരണം അവർക്ക് എല്ലാ സീറ്റും അതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യം വന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ ആവശ്യം വന്നേക്കും എന്ന് ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ നന്ദിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു ഭയങ്കര റിജീം ചേഞ്ച് കൊണ്ടുവന്ന സ്ഥലമാണ്. കാരണം CPMനെ കടപുഴുക്കി എറിഞ്ഞത് നന്ദിഗ്രാമാണ്. അതെ. അപ്പോൾ 2006 അവിടെ LDF വരുമ്പോൾ 7ാമത്തെ തവണയായിരുന്നു, അടുപ്പിച്ചുള്ള 7ാമത്തെ ഭരണമായിരുന്നു. അപ്പോൾ അതോടുകൂടി അവിടെ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിൻ്റെ ഇടയിൽ ജനങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞത് മാത്രമല്ല, മാർച്ച് 14 2007 മാർച്ച് 14 നടന്ന വെടിവയ്പ്പിൽ 14 പേര് മരിച്ചു, 2 സ്ത്രീകളടക്കം. അതോടുകൂടിയാണ് ബംഗാളിൻ്റെ ചരിത്രം അങ്ങ് മാറിയാണ്. പിന്നെ സിംഗൂരിൽ ടാറ്റയ്ക്ക് വേണ്ടിയിട്ട് സ്ഥലം എടുക്കലും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ നന്ദിഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഇൻ ബംഗാൾസ് ഹിസ്റ്ററി. അവിടെയാണ് ഈ 12ൽ 12 പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മമതയ്ക്ക് ഒന്ന് കാലിടറുന്ന പോലെ തോന്നിയിട്ട് RG-കാർ ആശുപത്രിയിലെ വിവാദം സംഭവം അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ നന്ദിഗ്രാമിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി എന്നേക്കുമായിട്ട് നശിച്ചു പോയ പോലെ എ തിങ് ഓഫ് ദി പാസ്റ്റ് ആയിട്ട് മാറി ഇപ്പോൾ CPM ബംഗാളിൽ. അപ്പോൾ അതേപോലെ ഈ പറയുന്ന മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ആയാലും വഴി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നണം. കാരണം ഈ 12ൽ 12 സീറ്റും തോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അപ്പോൾ അതാണ് ബംഗാളിലെ കേസ്. അതേപോലെ ഇപ്പോൾ വലിയൊരു മാറ്റം കണ്ട് തെലങ്കാനയിലേക്ക് MLC ഇലക്ഷൻ നടന്നായിരുന്നു. മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് അവിടെ പറയണമെന്നു. MLC ഇലക്ഷൻ നടന്നു. അല്ല, അവിടെയൊക്കെ ഈ കർണാടക ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ 2 സഭയുണ്ട് സംസ്ഥാന നിയമസഭയ്ക്ക്. നമ്മുടെ രാജ്യസഭയും ലോകസഭയും പോലെ MLA-മാർ ചേർന്നിട്ട് MLC-യിലേക്ക് ആളെ തിരഞ്ഞെടുക്കും. സ്റ്റേറ്റിന് ഒരു അപ്പർ ഹൗസ് ഉണ്ട്, അതാണ് MLC. ഓക്കെ, ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് നമ്മുടെ രാജ്യസഭ പോലെ. അത് തന്നെ. ഓക്കെ. അപ്പോൾ അവിടെ കരീംനഗറിലേക്ക് നടന്നു, മേഡക്ക്, നിസാമാബാദ്, ആദിലാബാദ് മുതലായ സ്ഥലങ്ങളിലേക്ക് നടന്നിടത്തൊക്കെ BJP ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ കരീംനഗർ പോട്ടെ, നിസാമാബാദ് പോട്ടെ, ആദിലാബാദ് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെയൊക്കെ ആരെങ്കിലും വരും ജയിക്കുക, ഇലക്ഷനായ തോക്കുകയും ജയിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മേഡക്കിൽ പോയത് ചങ്കിൽ കുത്തണ പോലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആകെ ഗതികെട്ട് കിടക്കുന്ന സമയത്ത്
അവിടെ മേടയ്ക്ക് പോയി എന്നിട്ടാണ് മേടയ്ക്ക് പോയി മത്സരിച്ച് ജയിച്ചു. മാത്രമല്ല അവർ കൊല്ലപ്പെടുന്ന സമയത്ത് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഈ മേടക്കിനെയാണ് അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. അതുകൂടാതെ അവരുടെ മരണശേഷമാണെങ്കിലും അവരുടെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ബാഗ റെഡ്ഡി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അങ്ങേര് 1989 തൊട്ട് 1999 വരെ 4 തവണ പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് പച്ച തൊടാതെ അവിടെ നിന്നും പുറത്താകുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞ തെലങ്കാനയിലെ കണ്ടീഷൻ. തെലങ്കാനയിൽ അത്ര മോശമായിപ്പോയി. ഒരു കാലത്ത് മേടക്കൊക്കെ കോൺഗ്രസിൻ്റെ മാത്രമായിരുന്ന സ്ഥാനമാണ്, അതുപോലും വിട്ടുപോയി. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനിയിപ്പോൾ കോൺഗ്രസിന് യാതൊരു പ്രസക്തിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ഒരു ഒപ്പോസിഷൻ പാർട്ടി വർത്ത് ദി നെയിം ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തന്നെയല്ല, ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ അവർ ആകെ സ്പ്ലിറ്റ് ഇൻ ടു സ്മിതറീൻസ് എന്നുള്ള രീതിയിലായി പോയി. യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അതാണ് അപ്പോൾ BJPയുടെ തേരോട്ടം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ വേറെ പലയിടത്തും ലോക്കൽ ബോഡി ഇലക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നടന്നല്ലോ, ഛത്തീസ്ഗഡ്. അവിടെയാണെങ്കിലും BJPക്ക് യാതൊരു എതിർപ്പും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അവസ്ഥ. ഛത്തീസ്ഗഡിൽ വലിയ വിജയമാണ്. ഗുജറാത്തിലാണെങ്കിൽ രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നത് 2027 തെരഞ്ഞെടുപ്പിൽ ഗുജറാത്ത് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഗുജറാത്തിലെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ പോലെയായി. അതന്നെ. അപ്പോൾ ആകെ അവർ പിന്നെ ഈ കേരളത്തിൽ തന്നെ വേറെ ചില മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട്. അല്ല, കേരളത്തിൽ നമ്മൾ ഈ ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാർ കുംഭമേളയ്ക്കെതിരെ ഹിന്ദുക്കളെ ആക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഒരു കവർ സ്റ്റോറി ചെയ്തല്ലോ. ആ ചവറിനകത്ത് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ BJP വളരുന്ന സംസ്ഥാനം കേരളമാണെന്ന് സിന്ധു ചേച്ചി സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എപ്പോഴും BJPയെ കുറ്റം പറയുന്ന ആളാണെന്നാണ്, ഹിന്ദുക്കളെയും പറ്റാണെങ്കിൽ കുറ്റം പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുംഭമേളയൊക്കെ പറ്റി പറയുന്ന ഒരു രീതി. പക്ഷേ എന്തായാലും ഇപ്പോൾ വളരെ മാറ്റം കേരളത്തിലും കാണപ്പെടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഒരു ഗ്രൂപ്പ് ഒന്നിച്ച് BJPയിലേക്ക് പോയി കയറുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് അത് കണ്ടിരിക്കുന്നത് ഉദയനാപുരമാണ്. അതെ, കോട്ടയം ജില്ലയിൽ. അപ്പോൾ 70 DYFIക്കാർ ഒരുമിച്ച് DYFI വിട്ട് BJPയിലേക്ക് പോയിരിക്കുന്നു എന്നും പറഞ്ഞൊരു ന്യൂസ് വായിച്ചു. ഇനി എക്സാജറേറ്റഡ് ആണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ അങ്ങനെ ഒരു ന്യൂസ് ഡൂയിങ് ദി റൗണ്ട്സ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഈ BJPക്ക് അനുകൂലമായ ഒരു കാറ്റ് വീശുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ BJPക്ക് അങ്ങ് എത്തിപ്പിടിക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി. കാര്യം പാർലമെൻറ്റ് തൂത്ത് വരുമെങ്കിലും അസംബ്ലി ജയിക്കില്ലായിരുന്നു. അസംബ്ലി ഇപ്പോൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ 4 നൂറ്റാണ്ടിന് ശേഷമാണ് BJPയുടെ സർക്കാർ വരുന്നത്. അതെ. അപ്പോൾ അതേപോലെ ഇനിയിപ്പോൾ കേരളത്തിലും എന്തൊക്കെ മാറ്റം വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ച് കേരളം അതിവേഗത്തിൽ മാറുകയാണ്. അതുകൊണ്ടാണ് സിന്ധു സൂര്യകുമാറിനൊക്കെ കിടക്കപ്രതി ഇല്ലാതെ ഇരിക്കപ്രതി ഇല്ലാതെ ഉഷ്ണവും പരവേശവുമായിട്ട് ഇങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ഒരു മറയും മടിയും ഇല്ലാതെ ആക്ഷേപിക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ ഇൻടോളറൻസ് ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ BJPയോട് ഇപ്പോൾ അങ്ങനെ വർഗീയമായിട്ടൊന്നും വലിയ പഴയ പോലത്തെയുള്ള പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ലല്ലോ. പണ്ട് BJPയെ തീരെ അടുപ്പിക്കാതിരുന്ന ആൾക്കാരൊക്കെ BJPയോട് അല്ല, BJP ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട പോലെയൊന്നും അല്ല. ഇറ്റ്സ് എ നാഷണൽ പാർട്ടി. നാഷണലിസം ഉണ്ട്. എല്ലാ ജാതി മതസ്ഥർക്കും ഇതിനകത്ത് പരിഗണനയുണ്ട്. വരുന്നവർക്ക്, സഹകരിക്കുന്നവർക്ക്. അപ്പം മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾ വരുന്നില്ല. ഇപ്പോൾ ജോർജ് കുര്യൻ എത്രയോ വർഷമായിട്ട് BJPയുടെ ആശയങ്ങൾ ഒരു 10-30 വർഷത്തിന് മുകളിലായി അല്ലേ BJPയും RSSുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി ക്രൈസ്തവരായിട്ട് തന്നെ തുടരുന്നു. അല്ല, അദ്ദേഹം ക്രൈസ്തവനാണ്. അതാ പറഞ്ഞാൽ അദ്ദേഹം BJP ആണെങ്കിൽ പോലും അവർ പള്ളിയിൽ പോകും, പള്ളിയിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നു. പക്ഷേ BJPയുടെ ഐഡിയോളജിയിൽ നിൽക്കുന്നു. BJP അത് തിരിച്ചറിയുന്നു. അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ അദ്ദേഹത്തെ വിളിച്ച് കേന്ദ്രമന്ത്രിയാക്കുന്നു. അതെ അതെ. ഉറക്കനിലിന് എഴുന്നേൽക്കുമ്പോഴേക്കും സ്റ്റേച്ചർ മാറി. അത് തന്നെ അത് തന്നെ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ കേരളത്തിലും ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഇനിയിപ്പോൾ വരുന്നുണ്ടല്ലോ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ. പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷൻ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പൊതുവിൽ LDFന് അനുകൂലമായിട്ടാണ് കിട്ടുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് LDFന് എൻ്റെ ഒരു ഇലക്ഷൻ മെക്കാനിസം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നാട്ടിൽ കൊള്ളാവുന്നവരെ അവർ സ്ഥാനാർത്ഥിയാണ്. നാട്ടിൽ പിന്നെ വേറെ ഒരു കാഴ്ചപ്പാട് ചിലർക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അതാണ്. പിന്നെ ഒന്ന് മൽപ്പിടുത്തമൊക്കെ നടത്തണമെങ്കിൽ അവരെ കൊണ്ടേ പറ്റും. അതാണ് ഒരു നാട്ടിൽ കൊള്ളാവുന്നവരെ. ഈ നാട്ടിലൊക്കെ ഇപ്പോഴും CPMൽ നാട്ടിൻപുറത്തൊക്കെ ഈ ആളുകൾക്ക് പരോപകാരം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അത് കോൺഗ്രസ്സുകാരും BJPക്കാരും കണ്ടുപിടിക്കേണ്ടതാണ്. CPM പ്രവർത്തകർ ഒരു വീട്ടിലൊരു ജനനം ഉണ്ടായാലും മരണമുണ്ടായാലും കല്യാണം ഉണ്ടായാലും അതിൽ പോയി സർവാത്മന സഹകരിക്കുന്ന
പ്രദേശങ്ങളുണ്ട്, അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ തങ്ങളുടെ കൂട്ടത്തിലേക്ക് ആകർഷിക്കാൻ CPM ശ്രമിക്കാറുണ്ട്. അങ്ങനെ പോയി നടക്കാനായിട്ട് അവർക്ക് വോളണ്ടിയേഴ്സ് പോലെ ആൾക്കാരുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ അതിന് ബുദ്ധിമുട്ടാണ്. അതെന്ത് അവർക്ക് ഈ ഖദർ ചുളുങ്ങാൻ പാടില്ല. ഏതാണ്ട് BJP-ക്കാർക്കും അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇപ്പം ചിലയിടത്ത് അങ്ങനെയൊന്നുമില്ല. ചിലയിടത്ത് വെള്ളത്തിലെ മത്സ്യത്തെ പോലെ, മാവോയുടെ പ്രയോഗമാണല്ലോ വെള്ളത്തിലെ മത്സ്യത്തെ പോലെ. വെള്ളത്തിലെ മത്സ്യത്തെ പോലെ ജനങ്ങളുമായി സമാജവുമായി ഇടപഴകി ഇടകലർന്ന് പ്രവർത്തിക്കുന്ന BJP RSS പ്രവർത്തകരുണ്ട്. പിന്നെ ബംഗാളിലെ കാര്യം പറയുമ്പോഴത്തേക്ക്, ബംഗാളിലെ ഈ സമീപകാലത്ത് കഴിഞ്ഞ മാസം RSS മേധാവി സർസംഘചാലക മോഹൻ ഭഗവത് ജി 10 ദിവസത്തെ ഒരു പരിപാടിയിലാണ് പങ്കെടുത്തത്. 10 ദിവസമായിരുന്നു ബംഗാളിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് വീടുകളിലെ യോഗങ്ങളിൽ RSS പ്രവർത്തകർ പങ്കെടുക്കും. അതായത് നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നു, രാഷ്ട്രീയം നോക്കുന്നില്ല, അവിടെ വീട്ടിൽ ചെല്ലുന്നു, നിങ്ങളോട് കാണാൻ വന്നതാണെന്ന് പറഞ്ഞ് അകത്തിരിക്കുന്നു, അവരുടെ ഒരു ചായ കുടിക്കുന്നു, വർത്തമാനം പറഞ്ഞു പോകുന്നു. ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് പറയാനല്ലാതെ പോകുന്ന ഒരു സന്ദർശനം നടത്തി ഹരിയാനയിലും മഹാരാഷ്ട്രയിലും. വലിയ ട്രമൻഡസ് ചേഞ്ചാണ് ഉണ്ടാക്കിയത്. കാരണം BJP പ്രവർത്തകർക്ക് പോലും കഴിയാത്ത തരത്തിൽ സംഘം ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ടോ, RSSൻ്റെ പ്രവർത്തകർ ഈ ബസ്സുകളിൽ കയറിയിട്ട് പ്ലക്കാർഡും പിടിച്ചിട്ട് RSSന് 100 പൈസ എന്ന് പറഞ്ഞ് ഈ കാമ്പയിൻ നടത്തുക. 100ാം വാർഷികം അടുത്ത വർഷം RSS ആഘോഷിക്കുമ്പോൾ, 100 വർഷം പൂർത്തിയാകുമ്പോൾ RSSൻ്റെ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ അവർ വലിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽ അത്തരം ക്യാമ്പയിൻ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ്. അത്തരം ഒരു ക്യാമ്പയിൻ ഇപ്പോൾ ബംഗാളിൽ നടക്കാൻ പോവാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ RSSൻ്റെ പ്രവർത്തകർ ആളുകളിലേക്ക് അങ്ങോട്ട് ചെല്ലുകയും അവരുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ ഇരുന്ന് സംസാരിക്കുകയും അവരുടെ ഒരു ചായ കുടിക്കുകയും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം കുടിക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഇൻറ്റിമേറ്റ് റിലേഷനുണ്ട്. ഇപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്നോടൊരാൾ പറഞ്ഞത്, നമ്മൾ ഈ കേരളത്തിലുള്ളതുപോലെ എല്ലാ വീടും കയറി സ്ലിപ്പ് കൊടുത്ത് പിന്നെ നോട്ടീസ് കൊടുത്ത് ഈ പരിപാടിയൊന്നും നോർത്ത് ഇന്ത്യയിലില്ല. അവിടെ ഒരു സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്യും, 4 ഫ്ലക്സ് കാണും, അനൗൺസ്മെൻറ്റ് കാണും, ആളുകൾ പോയി വോട്ട് ചെയ്യും. പിന്നെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് ഇപ്പോൾ RSSൻ്റെ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതായത് ഈ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതാണ്ട് എല്ലാ പാർട്ടികൾക്കും നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ കൾച്ചർ മാറിയിട്ട് കേരളത്തിലൊക്കെ ചെയ്യുന്ന പോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർ പരമാവധി ആളുകളെ നേരിട്ട് മുഖതാവിൽ കാണുന്ന ഒരു ട്രെൻഡ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും RSS വളർത്തിയെടുത്തിട്ടുണ്ട്. അത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചാൽ, ബംഗാളിൽ മാത്രമല്ല ഇന്ത്യയിലാകെ വലിയ മാറ്റം ഉണ്ടാകും. അതിൻ്റെ ഒരു സൂചനയാണത്. ഏതായാലും BJP-യുടെ കുതിര, വയലാറിൻ്റെ കുതിരയെ അഴിച്ചുവിട്ടതുപോലെ അശ്വമേധത്തിനായി അങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ രാഷ്ട്രീയ ചിത്രം വെളിവാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.